Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ എൻവിയോൺമെൻറ്റൽ സയൻസ്, അതായത് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ്. ദെൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ അപ്പു ആൻഡ് അമ്മു ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പേര് അപ്പുവും അതുപോലെ തന്നെ അമ്മുവുമാണ്. അവർ സ്കൂളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ദേ സോ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അവർ പലതരം സോഴ്സസ് ഓഫ് വാട്ടർ കണ്ടു. ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം എന്തൊക്കെയാണ്: വെല്ല്, അതുപോലെ തന്നെ പോണ്ട്, സ്ട്രീം, റിവർ. ഓക്കെ. ദെൻ അതിലത്തെ ബി ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ. വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ എന്താണ് വാട്ടർ? എസെൻഷ്യൽ ആണ് എല്ലാ ഓർഗാനിസംസിനും. അപ്പോൾ എന്തൊക്കെയാണ് വാട്ടറിൻ്റെ യൂസസ്? ഏതെങ്കിലുമൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം ഡ്രിങ്കിങ്, അതുപോലെ തന്നെ വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് വെസൽസ്, കുക്കിംഗ്, എക്സെട്ര. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Activity 2, health and hygiene. Ammu and Achu went on a tour. On the way they saw a hotel. അപ്പോൾ അമ്മുവും അച്ചുവും ടൂർ പോയിക്കാണ്. അപ്പോൾ ടൂർ പോയോണ്ടിരിക്കുമ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. എ സീൻ ഫ്രം ദ കിച്ചൺ ഓഫ് ദ ഹോട്ടൽ ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ആ ഹോട്ടലിലത്തെ കിച്ചൻ്റെ ഒരു സീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ അൺഹൈജീനിക് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. ദെൻ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹാവിങ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ? അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള എന്താണ്? ഹാവിങ് ഫുഡ് ഫ്രം അൺഹൈജീനിക് ഹോട്ടൽ ക്യാൻ കോസ് ഡിസീസസ്. എന്താണ്? ഇത്തരം ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഡിസീസസ് ഉണ്ടാവും. ഓക്കെ. Then B question, deficiency of nutrients in food causes many diseases. What should be included in the diet to get the necessary nutrients? What should be avoided? List them. അപ്പോൾ ഫുഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡെയിലി ഡയറ്റ്. അപ്പോൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡഡ് ചെയ്യേണ്ട ഫുഡും അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡും. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? റൈസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ലീഫി വെജിറ്റബിൾസ്, എഗ്ഗ്, മിൽക്ക് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെയാണ്? ഐസ്ക്രീംസ്, ബേക്കറി ഐറ്റംസ്, ന്യൂഡിൽസ്, ജങ്ക് ഫുഡ്സ്, ബോയിൽഡ് ചിക്കൻ, അങ്ങനത്തെ ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ. Then activity 4, occupational tools and their uses. അപ്പോൾ occupational toolsഉം അവയുടെ യൂസസും. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ദ ഫോളോയിങ് occupational tools and write their names. അപ്പോൾ ആദ്യത്തെ എന്താണ്? ചീസലാണ്. ദെൻ രണ്ടാമത്തെ പ്ലഫ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഐഡൻറ്റിഫൈങ് ദ ടൂൾസ് ആൻഡ് ദെയർ യൂസ്. അപ്പോൾ എന്താണ്? താഴെ നെയിം ഓഫ് ദ ടൂളും യൂസസും കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നെയിം ഓഫ് ദ ടൂളിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂസസ് ഫോർ കട്ടിംഗ് വുഡ്. അപ്പോൾ എന്താണ് വരിക? ആക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുക? ടു ഡയഗ്നോസ് ഡിസീസസ്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then C question, combine the old occupational tools with the modern occupational tools and write any two advantages ഓഫ് മോഡേൺ ഒക്യുപ്പേഷണൽ ടൂൾസ്. അപ്പോൾ എന്താണ്? പണ്ടത്തെ ടൂൾസും ഇപ്പോഴത്തെ മോഡേൺ ടൂൾസും കമ്പയർ ചെയ്തിട്ട് മോഡേൺ ടൂൾസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഗുണങ്ങൾ എന്താണ്? ക്യാൻ ബി ഡൺ ക്വിക്ക്ലി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വർക്ക് ലോഡ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. The activity 5, life cycle. Appu is busy with pasting pictures showing different stages of the life cycle of butterfly. Suddenly Appu's cat came. The cat's tail hits in the picture and all them fell down. അപ്പോൾ എന്താണ്? അപ്പു എന്താണ്? ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ പേസ്റ്റ് ചെയ്യണതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അപ്പുവിൻ്റെ പൂച്ച അവിടേക്ക് വന്നിട്ട് അതൊക്കെ ആകെ തട്ടി മറിച്ചിട്ടു. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ബട്ടർഫ്ലൈ, എഗ്ഗ്, കാറ്റർപില്ലർ, പ്യൂപ്പ, പിന്നെയും ബട്ടർഫ്ലൈ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണിത് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് അതിലത്തെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം.
Then അതിലെ B question, the number of dancing and fluttering butterflies are decreasing day by day. Find out the reasons and write a note on the importance of protecting butterflies. എന്താണ് മേക്ക് ബ്യൂട്ടിഫുൾ ഗാർഡൻ, അതുപോലെ തന്നെ പ്ലാന്റ് മോർ ഫ്ലവറി പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം കൂടും. ലാസ്റ്റ് ആക്ടിവിറ്റി, മണിക്കുട്ടി ഈസ് ഡൂയിങ് an experiment to check whether air is present in the soil. Prepare the experiment note following the given step. Materials required for the experiment: ഗ്ലാസ്, വാട്ടർ, ക്ലേ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി ചേർക്കുക. ദെൻ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.